ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൂസിഫർ 2 L2E അതിൻ്റെ ടീസർ എന്ന് റിലീസായിട്ടുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ കാത്തിരുന്ന സിനിമയും കാത്തിരുന്ന ടീസറുമാണ്. നമുക്കധികം മുന്നോട്ട് പോകാതെ ടീസറിലേക്ക് തന്നെ ഡയറക്റ്റ് കിടക്കാം. പ്ലീസ് സെലക്ട് യുവർ പ്രിഫറൻസ് ലാംഗ്വേജ് ഫ്രം നോർത്തേൺ ഇറാഖ്. ഇപ്പോൾ യുദ്ധം തന്നെ. അതായത് യുദ്ധം കഴിഞ്ഞുള്ള സിറ്റുവേഷനാണ്. ലൈക്ക് പഴയ ടൊബിനോ, മഞ്ജു, മാൻ, വലിയ പ്രതിമയാണല്ലോ. എന്നാ മ്യൂസിക്കടേ? ഏഷ്യ ചെറുതല്ല, പടം ചെറുതല്ല. ഇവര് പറഞ്ഞ ഐറ്റം ഒന്നും അല്ല, ഇത് പടം ചെറുതല്ല, ഇത് വലിയ പടം. അല്ലോ, ഇത് ചെറിയ ഐറ്റം അല്ല കേട്ടോ. ഈ ഐറ്റവും ഈ കാണിക്കുന്ന സീനും ഈ എടുത്തിരിക്കുന്ന രീതിയും ഈ ആർട്ട് വർക്കും ഇവരുടെ ലൂസിഫർ. ഇലുമിനാലിറ്റി, സയൻസ് ഓഫ് ഇലുമിനാലിറ്റി. എവിടാന്ന് ഇങ്ങനെയല്ലേ? വീണ്ടും സൈൻ, വീണ്ടും ഇത് ചെറിയ ഐറ്റമല്ല. എനിക്ക് തോന്നുന്നു ഇറാഖിലുള്ള മിലിറ്ററി ആയിട്ടുള്ള ഫൈറ്റാന്ന് തോന്നുന്നു. ഈ സിനിമയിലെ ഇങ്ങനത്തെ ഡയലോഗ് സത്യം കാണാൻ പടമാണ്. എമ്പുരാൻ 2 കഴിഞ്ഞോ? പൃഥ്വിരാജ്, മുരളി ഗോപി, സ്റ്റോറി പൃഥ്വിരാജ് മാരൻ. ദീപക് ദേവ് മ്യൂസിക്. എന്നാ ഈ ടീസർ ഇലുമിനാലിറ്റിയുടെ അതിപ്രസരം എന്ന് മാത്രമാണ് എനിക്ക് ആദ്യം ഇതിനകത്ത് പറയാനുള്ളത്. പടം കയറിക്കൊളുത്തും. കാരണം ദ ബ്രാൻഡ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെറിയൊരു തീ മതി, അത് കാട്ടുതീയായിട്ടേ വരത്തുള്ളൂ. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചരവിന് വേണ്ടി. ആ ഒരു തിരിച്ചുവരവ് ഈ ഒരു സിനിമയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ലാലേട്ടനും മാറി പൃഥ്വിരാജ് നെക്സ്റ്റ് സ്റ്റെപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുക. അപ്പം ഇതും നെക്സ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗുഡ് ലക്ക്.